ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് മകം നക്ഷത്രത്തിൻ്റെ 2024 ആണ്ട് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് മകം നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ടെന്നുള്ളത്. ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം. മകം നക്ഷത്രത്തിൽ പിറന്നവർക്ക് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ ക്രയവിക്രയങ്ങളിലൊക്കെ വിജയം ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ബിസിനസ്സുകാർക്കൊക്കെ വളരെ ഗുണകരമായൊരു സമയമാണ്. വ്യാപാര മേഖലയിലൊക്കെ വൻ നേട്ടമാണ് കാണുന്നത്. വലിയ വലിയ ബിസിനസ് ചെയ്യുന്ന വ്യവസായികൾക്കൊക്കെ, അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിലൊക്കെ ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ഗുണകരമായ ഒരു സമയമായിട്ടാണ് ഈ ജൂലൈ ആഗസ്റ്റ് മാസം കാണുന്നത്. നിങ്ങൾ പൊതുരംഗത്ത് ആരോപണ വിധേയനാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ രംഗത്ത് അല്ലെങ്കിൽ പൊതുപ്രവർത്തകർക്കൊക്കെ ഗുണകരമായ ഒരു സമയമല്ല ഈ ജൂലൈ ആഗസ്റ്റ് മാസം. നിങ്ങളുടെ സന്താനങ്ങളുടെ കാര്യത്തിൽ മനക്ലേശമാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ സന്താനഭാവം അത്ര ഗുണകരമല്ല. സന്താനങ്ങൾ മുഖാന്തരം പൊതുജന സമൂഹത്തിലെയോ ഒക്കെ ചെറിയ ഇടിവ്, സ്ഥാനത്തിന് ഇടിവ് ലഭിക്കുന്നതാണ്. അതുമൂലം മാനസികമായിട്ടുള്ള സങ്കടമൊക്കെ ഉണ്ടാകുന്നതാണ് സന്താനങ്ങൾ മൂലം. നിങ്ങളുടെ സ്വജനങ്ങളുടെ വിരഹം മനസ്സ് വേദനിപ്പിക്കുന്നതാണ്. ചിലരുടെ അകാല വിയോഗം ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ബന്ധുജനങ്ങളുടെ ഇടയിൽ. കർമ്മരംഗത്ത് നേട്ടമാണ് കാണുന്നത്. തൊഴിൽ രംഗത്തായാലും മറ്റേതെങ്കിലും രംഗത്തായാലും വരുമാന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും നേട്ടത്തിൻ്റെ കാര്യം തന്നെയായിരിക്കും ഉള്ളത്. നിങ്ങൾക്ക് കോടതി കേസുകളൊക്കെ അനുകൂലമായ വിധി ഉണ്ടാവുന്നൊരു സമയമാണ്. നിങ്ങൾ ഒരിക്കലും ഷെയർ ബിസിനസ്സുകൾ ചെയ്യാതിരിക്കുക. കൂട്ടുചേർന്നിട്ടുള്ള ബിസിനസ്സുകൾ, പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നതൊക്കെ നഷ്ടത്തിന് ഇടവരുത്തുന്നതാണ്. നിങ്ങൾക്ക് ആഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോൾ പ്രശസ്തിയും ജനസമ്മതിയൊക്കെ ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് സമൂഹത്തിലൊക്കെ ഉയർന്ന വില ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം കൂടുന്ന ഒരു സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം. നിങ്ങൾ ഓഫീസിലോ മറ്റേത് കാര്യങ്ങളിലാണെങ്കിലും നടപടിക്രമങ്ങളിലൊക്കെ കൃത്യത കാണിക്കുന്ന ഒരവസ്ഥ ഉണ്ടായി വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഓഫീസിൽ മേലുദ്യോഗസ്ഥന്മാരുടെയൊക്കെ ഒരു കൺഗ്രാജുലേഷൻ നിങ്ങൾക്ക് എപ്പോഴും കിട്ടുന്നതാണ്. ചിലർക്കൊക്കെ പുതിയ തൊഴിലിന് അവസരം വന്നു ചേരുന്നതാണ്. ഇപ്പോൾ നിലവിലുള്ള തൊഴിൽ മാറ്റി കുറച്ചുകൂടി ശമ്പള വർധനവൊക്കെയുള്ള കുറച്ചുകൂടി ജോബ് സെക്യൂർഡായിട്ടുള്ള ജോലിയിലേക്ക് പ്രവേശിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നവർക്കൊക്കെ അത് നടപ്പാവുന്നതാണ്. പുതിയ ജോലിയിൽ നിങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് ആഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോൾ. ഈ ജൂലൈ മാസത്തിൽ അതിനുള്ള ആപ്ലിക്കേഷനൊക്കെ നിങ്ങൾക്ക് ബയോഡേറ്റയൊക്കെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഓഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോൾ അതിൽ പുതിയ ജോലിയിൽ കയറാൻ സാധിക്കും. നിങ്ങൾക്ക് വ്യക്തിത്വം, സ്വാതന്ത്ര്യമൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രദ്ധിക്കുന്ന സമയമാണ്. നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ മറ്റുള്ളവരുടെ കൈകടത്തൽ നിങ്ങളൊരിക്കലും സമ്മതിച്ചു കൊടുക്കുകയില്ല. അങ്ങനെ കൈകടത്തുന്നവരെ നിങ്ങൾക്ക് ബന്ധുക്കളായിക്കോട്ടെ സുഹൃത്തുക്കളായിക്കോട്ടെ നിങ്ങളവരെ താക്കീത് ചെയ്യുന്നതാണ്. നിങ്ങളുടെ തൊഴിൽ മേഖലയിലെ ഓഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോൾ പ്രമോഷനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ശമ്പള വർധനം ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ആത്മവിശ്വാസവും കൃത്യ നിർവഹണ ശേഷിയും അല്ലെങ്കിൽ ശക്തിയും ഒക്കെ കൂടുതലായിട്ടുണ്ടാകുന്നൊരു സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം. നിങ്ങൾ ഈ ആഗസ്റ്റ് മാസത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്നതിനുള്ള എടുക്കുന്നതാണ്. വിട്ടുവീഴ്ച മനോഭാവം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ ഏറെ നാളായിട്ടുണ്ടായിരുന്ന ഒരു അസ്വാരസ്യമൊക്കെ മാറി സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകുന്നതാണ് കുടുംബത്തിൽ. അതുകൊണ്ട് തന്നെ കുടുംബാന്തരീക്ഷം സന്തോഷപരമായി മാറുന്നതാണ്. നിങ്ങൾ എടുത്തു പറയേണ്ട അറിയാത്ത കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ പോകാതിരിക്കുക. അങ്ങനെ പോകുന്നത് നിങ്ങൾക്ക് ദോഷഫലം ചെയ്യും. നിങ്ങൾക്ക് ശത്രുക്കളെ അവർ സമ്പാദിച്ചു തരും, അങ്ങനെയുള്ള അഭിപ്രായം പറയാൻ പോകുന്നത്. നിങ്ങൾ പ്രതിസന്ധികളെ അതിജീവിക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഈ ജൂലൈ ആഗസ്റ്റ് മാസത്തിൽ കാണുന്നതാണ്. നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള ബലം അല്ലെങ്കിൽ ഇച്ഛാശക്തിയൊക്കെ കൂടി വരുന്ന ഒരു സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം. നിങ്ങൾ സാമ്പത്തിക ഇടപാടുകളൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. സാമ്പത്തിക നഷ്ടം, പണ ഇടപാടുകളിൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചിലരുടെയൊക്കെ കുതന്ത്രങ്ങൾ മൂലം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പണം
എന്താ അപഹരിക്കപ്പെടുന്നതാണ്, അല്ലെങ്കിൽ പോയാൽ ആർക്കെങ്കിലുമൊക്കെ കൊടുത്താൽ തിരിച്ച് കിട്ടാത്തൊരവസ്ഥ ഉണ്ടായി വരുന്നതാണ്. അതുകൊണ്ട് പണമിടപാടുകളൊക്കെ ഒന്ന് അറിഞ്ഞും കണ്ടും ചെയ്യുക. മാസം അവസാനത്തോടു കൂടിയാകുമ്പോൾ മാതാപിതാക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവും. എന്നിരുന്നാലും പിതാവിന് ഉണ്ടാകുന്ന ചില അസുഖങ്ങൾ പിടിപെടുന്നത്, രോഗം പിടിപെടുന്നത് കടുത്ത മനോവിഷമം നിങ്ങൾക്ക് ഉണ്ടാക്കി വെക്കുന്നതാണ്. നിങ്ങൾക്ക് എടുത്തു പറയേണ്ട കൈവശ ഭൂമിയും ധനവും ഒക്കെ കൈവിട്ട് പോകാതെ സൂക്ഷിക്കുക. കൈവശ ഭൂമിയൊക്കെ ചില ബാങ്ക് നടപടിയുടെ ഭാഗമായിട്ടൊക്കെ നഷ്ടപ്പെട്ടു പോകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. നിങ്ങളുടെ ഇപ്പോഴത്തെ ഗുണഭാവത്തിൽ ദോഷഭാവം കുറച്ചധികമായിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ തിങ്കളാഴ്ചകളിലൊക്കെ ശിവഭഗവാന്റെ ക്ഷേത്രം ദർശിക്കേണ്ടത് അത്യാവശ്യമാണ്. ശിവൻ്റെ പ്രീതി നേടേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ഒക്കെ കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. ശത്രുസംഹാര പുഷ്പാഞ്ജലിയൊക്കെ ഭഗവാന്റെ ക്ഷേത്രം കഴിക്കുക, അവിടെ ജലധാര നടത്തുക ഒക്കെ ചെയ്യുന്നത് ഗുണകരമായിരിക്കും. നിങ്ങൾ വ്യാഴാഴ്ചകളിലൊക്കെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിലോ ദർശിച്ചിട്ട് അവിടെ പ്രണവഗായത്രി മന്ത്രാർച്ചന ഒരു 12 വ്യാഴാഴ്ച ചെയ്യുന്നത് ഇപ്പോൾ നിലവിലുള്ള ഈ മാനസിക സംഘർഷത്തിനും ധനപരമായിട്ടുള്ള ചതി അതിലൊക്കെ പെടുന്നതിൽ നിന്നൊക്കെ രക്ഷിച്ച് വീട്ടിലെ സമാധാന അന്തരീക്ഷമൊക്കെ സംജാതമായി ഒക്കെ പോകുന്നതിന് ഗുണകരമായിരിക്കും. പിതാവിൻ്റെ അസുഖം കാഠിന്യത്തിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ശിവക്ഷേത്രത്തിൽ പിതാവിൻ്റെ പേരും നാളും പറഞ്ഞ് മൃത്യുഞ്ജയ ഹോമം കഴിക്കുന്നത് ഗുണകരമായിരിക്കും. എല്ലാവർക്കും ഭഗവാന്റെ കാരണത്താൽ നല്ല ഒരു മാസം ഉണ്ടാകട്ടെ. രോഗങ്ങളും ദുരിതങ്ങളൊക്കെ ശമിച്ച് നല്ലൊരു ഉണർവുള്ള മാസമായി മാറട്ടെ, ഭഗവാൻ കാരണത്താൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.